കുഞ്ഞു പാട്ടിന്റെ ചേലുമായി പ്രേക്ഷക മനം കവർന്ന കുട്ടിപ്പാട്ടുകാരുടെ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. രാഗഭാവങ്ങളുടെ സ്വരസന്ധ്യയിലേക്ക് തൃശ്ശൂരിലെ മിടുക്കി പാട്ടുകാരി സനിക കുട്ടിയെത്തുന്നു. വെൽക്കം സനിക ഓൺ സ്റ്റേജ്. സനിക, എന്തോ സാർ? ഏത് പാട്ടാ? ഇന്ന് ഞാൻ വിദ്യാസാഗർ സാറിന്റെ റൗണ്ടില് ആടുകൾ മെയ്യുന്ന പുൽമേട്ടിൽ എന്നുള്ള എഴുതിയത് ONV കുറുപ്പ് സാറ്, പാടിയത് ചിത്രാമ്മ. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ, അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ിൽ
സനിക, എന്തോ സാർ? ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തത്? അച്ഛൻ. അച്ഛൻ തന്നെ. നല്ല പാട്ടാണ്. പക്ഷെ മോള് പാടിയത് കുറേ ഭാഗങ്ങൾ കൊള്ളാം, ഡെഫിനറ്റ്ലി കുറേ ഭാഗങ്ങൾ കൊള്ളാം. പക്ഷെ ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം, പല സംഗതികളുടെയും യഥാർത്ഥമായിട്ടുള്ള ക്ലാരിറ്റിയും ഫിനിഷും പല സ്ഥലത്തും വന്നിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് കാറ്റേ വാ, ഈ വഴിയെ വരൂ വരൂ, പിന്നെ നീ ഇതിലേന്നല്ലേ ആ അക്ഷരങ്ങളുടെ ക്ലാരിറ്റി, പിന്നെ മാങ്കനി തേൻ കനി വീഴ്ത്തൂല്ലേ, ആ വീഴ്ത്തൂല്ലേ, അതുപോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഈ പിന്നെ കാറ്റേ കാറ്റേ പാടൂ നീ. അപ്പോൾ ഈ ടോട്ടലി ഈ പാട്ടിനകത്ത് എനിക്ക് മോടെ ഒരു ഔട്ട്പുട്ട്, മോള് സാധാരണ പാടുന്ന രീതിയിലുള്ള ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓക്കെ, പാട്ട് ഓക്കെയാണ്, ബട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നോക്കണമായിരുന്നു. കാരണം ഈ ഇതുപോലത്തെ പാട്ട് സെലക്ട് ചെയ്ത് വരുമ്പം അത് ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ഈ രാഗം, ആ രാഗത്തിന് ഏതൊക്കെ നോട്ടാണ് പ്രോമിനൻസ് ഉള്ളത്, ആ പ്രോമിനൻ്റ് ആയിട്ട് പാടിയിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രം പാടിയിരിക്കുന്ന കൃത്യമായിട്ട് കേട്ട്, ഞാൻ പറയാറുണ്ട് കേൾവി ജ്ഞാനമാണ് വലുതെന്ന്, അത് ചെയ്യണമായിരുന്നു. മോശമൊന്നുമല്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട്, ബട്ട് നമ്മുടെ എക്സ്പെക്ടേഷനിൽ വന്നില്ല. ഓൾ ദ ബെസ്റ്റ്. പാടുമ്പോഴേക്കും തൊണ്ട ഫുൾ സ്ക്രാച്ച് ആയി പോയി. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന് പോയി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. സനിക കുട്ടി, എന്തോ സാർ? ഇന്ന് എന്താ പറ്റിയേ? അറിയില്ല. നല്ല സെലക്ഷൻ കേട്ടോ, ഉഗ്രൻ പാട്ടാണ്, വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. പാടിയതും പല സ്ഥലങ്ങളിലും വളരെ നന്നായിട്ട് പാടി, നല്ല രസമുള്ള, കേൾക്കാൻ സുഖമുള്ള ഭാഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്കിള് കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചില്ലേ, പറയുകയാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എനിക്ക് തോന്നുന്നു ഇതൊന്നും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യണമായിരുന്നു എന്ന് തോന്നി സനിക കുട്ടി. കാരണം ഇത്രയും ടഫായിട്ടുള്ള പാട്ടാണ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പാടാൻ, ഇങ്ങനെയുള്ള വേദികളിലൊക്കെ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി അത് ഒന്ന് ഇരുത്തി ഒന്ന് പഠിച്ച് വന്നിരുന്നെങ്കിൽ ഇതിൽ നന്നായിട്ട് പാടാൻ സാധിക്കും. മക്കളെ സനിക, എന്തോ? സനികയുടെ ശബ്ദത്തിന് ഞാൻ ഭയങ്കര ഒരു ആരാധികയാണ് കേട്ടോ. താങ്ക് യു. ഇതൊന്ന് ഈ പാട്ടൊരു വളരെ സ്ലോ ആയിട്ട്, അധികം അങ്ങനെ ഒരു അക്കമ്പനി അതില്ലാതെ ഉള്ളതായതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ നോട്ട്സ് അതെല്ലാം നമുക്ക് മാറുമ്പോൾ എളുപ്പം അത് മനസ്സിലാക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റും. മോള് പക്ഷെ നന്നായി പാടിയിട്ടോ ഇല്ലെന്നല്ല, ഒരുപാട് സ്ഥലങ്ങൾ, ആദ്യത്തെ ആടുകൾ മേയുന്ന പുൽമേട്ടിൽ, ആര്യങ്കാവിലെ പൂമേട്ടിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര രസമായിട്ട് ക്ലീനായിട്ട് എടുത്തു അതെല്ലാം. അപ്പം മോള് എനിക്ക് ഓൾ ടോട്ടൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടൻ്റെ സാരസാക്ഷ കൊച്ചിലെ ഞാൻ കേട്ടിട്ടുണ്ട്, ചേട്ടനും MG രാധാകൃഷ്ണൻ സാറും കൂടെ സാരസാക്ഷ പാടുന്നത്. ചേട്ടാ, സാരസാക്ഷ പരിപാലയ മാമയേ സന്തതം കരുണയാ ജഗദീശ്വര സാരസാക്ഷ പരിപാലയ മാമയേ സന്തതം. രതിപതിയായി ഞാനരികിൽ ഋതുമതിയായി മലനിരകൾ പുളകത്തിൻ തിരയിളകി മധുരം നീ പകരൂ. രതിപതിയായി ഞാനരികിൽ ഋതുമതിയായി മലനിരകൾ. ഇത് ഞാനും ജാനകി അമ്മയും കൂടെ പാടിയൊരു പാട്ടാണ്. നമ്മുടെ ജ്യേഷ്ഠൻ MGR ആണ് സംഗീതം. ടുഡേ വി ആർ ഗിവിംഗ് യു 97 out of 100. താങ്ക് യു സാർ. ആദ്യൊരു സനിക പൂക്കുറ്റി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഫാദേഴ്സ് ഡേ നിങ്ങൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന അല്ലെങ്കിൽ ദൈവതുല്യം കാണുന്ന നിങ്ങളുടെ എല്ലാ അച്ഛന്മാർ, അതുപോലെ ഞാനും എൻ്റെ അച്ഛനെ ഈ ദിവസത്തിൽ ഓർക്കുന്നു. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമോണിസ്റ്റായിരുന്നു, സംഗീത വിദ്വാനായിരുന്നു. അന്ന് ചവിട്ട് ഹാർമോണിയം എന്ന് പറയും, ഈ കൈകൊണ്ട് വായിക്കുന്ന ഹാർമോണിയം അല്ല, നമ്മൾ തയ്യൽ മെഷീൻ പോലത്തെ ഹാർമോണിയമാണ്. അതെൻ്റെ കുഞ്ഞ് ഓർമ്മയിൽ വീട്ടിൽ ഇങ്ങനെ അച്ഛൻ വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വായിക്കുക മാത്രമല്ല പാട്ടും പാടണം. അപ്പം അന്ന് കൊട്ടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേലി ഇങ്ങനെ മറച്ചിട്ട് പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിലാണ് ഈ പ്രോഗ്രാംസ് നടക്കുന്നത്. അപ്പം മൈക്കൊന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ മൈക്കെടുത്ത് വായിക്കാത്ത വെച്ചാണ് പാടുന്നത്. അന്ന് മൈക്കില്ലാതെ തന്നെ പുറയിലിരിക്കുന്ന ആ വ്യക്തിക്ക് കേൾക്കണം. അത്രയും ശക്തിയായിട്ട് പാടുന്ന
പാട്ടുകാരിൽ ഇപ്പം ദാസേട്ടൻ്റെ അച്ഛൻ എല്ലാവരും പാടുമായിരുന്നു, അഭിനയിക്കുമുണ്ട്. അങ്ങനെ എൻ്റെ പുണ്യമായിട്ട് ഞാൻ കരുതുന്നു മലബാർ ഗോപാലൻ നായരുടെയും കമലാക്ഷി അമ്മയുടെയും മകനായിട്ട് എനിക്ക് ജനിക്കാൻ സാധിച്ചത്. എൻ്റെ ആദ്യത്തെ കച്ചേരി അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പാടിയത് വീണ കലിതഹരേ സരസ്വതി വീണ കലിതഹരേ സരസ്വതി വാണി വൈഭവ ഗുണമിളിതേ വീണ കലിതഹരേ സരസ്വതി വാണി വൈഭവ ഗുണമിളിതേ വീണ കലിതഹരേ ഭുവന കാവ്യാർത്ഥസാരേ ഭവന കലാവിഹാരേ ഭുവന കാവ്യാർത്ഥസാരേ ഭവന കലാവിഹാരേ സരിഗപ സ്വരരാഗ സാരമേളിതരൂപേ സരിഗപ സ്വരരാഗ സാരമേളിതരൂപേ വീണ കലിതഹരേ സരസ്വതി. നമ്മുടെ ശാസ്താംകോവിലിൽ കച്ചേരി പാടിയപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു എന്നെ ഹാർമോണിയത്തിൽ വയലിന് പകരം വായിച്ചു തന്നു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ മാത്രമാണ് എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ചുള്ളത്. എങ്കിലും ഞാൻ സത്യത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അവരുടെ അനുഗ്രഹവും പിന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വീണപ്പോൾ എനിക്ക് കിട്ടിയ ജ്ഞാനവും അതുമാത്രമാണ്. പിന്നെ നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനവും. എന്തായാലും ഈ ഫാദേഴ്സ് ഡേയിൽ എല്ലാവർക്കും അവരുടെ അച്ഛന്മാരെ കുറിച്ച് ഓർക്കാൻ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ മാറ്റിവെക്കും എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന ഒരു വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനാണ്. എൻ്റെ 13 വയസ്സ് വരെ എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും ഞാനൊരു പാട്ടുകാരനാവണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പല മത്സരങ്ങൾക്കും അച്ഛനാണ് എന്നെ കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇപ്പോഴും അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഇടയ്ക്ക് ഞാൻ തരംഗിണിയുടെ ആയാലും ശരി ജയേട്ടൻ്റെ ആയാലും ശരി പണ്ടത്തെ പാട്ടുകൾ ഞാൻ വീണ്ടും വീണ്ടും കേൾക്കും. അച്ഛനത് കേൾക്കാറുള്ള ആ ഒരു ഓർമ്മയ്ക്ക് അച്ഛൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛൻ പോയി. അപ്പോൾ വളരെയധികം മിസ് ചെയ്യാണ് അച്ഛനെ. ഇന്നും അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു 4 വരി. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴയാരും തുടച്ചില്ല. ദൂരെ നിന്നും പിൻവിളി കൊണ്ടെന്നെ ആരും വിളിച്ചില്ല, കാണാ കണ്ണീരിൻ കാവലിൻ നൂലിഴയാരും തുടച്ചില്ല. ചന്ദന പൊൻചിതയിൽ എൻ്റെ അച്ഛനെരിയുമ്പോൾ മച്ചകത്താരോ തേങ്ങിപ്പറക്കുന്നതമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ. ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. എല്ലാവർക്കും അച്ഛൻ എന്ന് പറയുന്ന ആ വികാരം പോലെ തന്നെ അച്ഛനാണ് അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും എല്ലാം തണലായിരുന്ന ഒരു വലിയ കുടുംബത്തിനെ എല്ലാം അത്രയും ഒരു നോക്കി അത്ര വലിയൊരു മനുഷ്യനായിരുന്നു അച്ഛൻ. കാരണം ഞങ്ങൾ 5 പേരുണ്ടായിട്ട് പോലും ഫിനാൻഷ്യലി ആണെങ്കിലും അതൊന്നും നോക്കാതെ ഞങ്ങളെയൊക്കെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഏറ്റവും പെറ്റായിരുന്നു ഞാൻ. കാരണം അച്ഛന് 40 വയസ്സായപ്പോൾ ഉണ്ടായ ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പെറ്റായിരുന്നു എനിക്ക് അച്ഛൻ എന്ന് പറഞ്ഞാലും. അങ്ങനെ എനിക്കും 14 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛൻ നഷ്ടപ്പെട്ടു. 14-15 വയസ്സിൽ ഹോസ്റ്റലിൽ പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് പോയപ്പോൾ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്ന ഒരു പേരാണ് കലൈമാമണി ബിന്നി. കലൈമാമണി എഴുന്നേൽക്കുന്നില്ലേ? അപ്പോൾ ഞാൻ ഇതെന്താണ് പറയണത്, തമിഴ്നാട്ടിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗവൺമെൻറ്റിൻ്റെ അവാർഡാണ് കലൈമാമണി എന്നുള്ളത്, അച്ഛന് വേറെ വട്ടുണ്ടോയെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ അന്ന് 10th സ്റ്റേറ്റ് കലാതിലകമായിരുന്നു. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ആകെ കിട്ടിയ ഒരു സ്റ്റേറ്റ് കലാതിലകം
ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആലോചിക്കും. പിറ്റേ വർഷം അച്ഛൻ മരിച്ചുപോയി. ഇപ്പം ഭഗവാൻ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്ര 5 പേരെയും പാട്ട് പഠിപ്പിച്ച് അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ എനിക്ക് തന്ന ഒരു വലിയൊരു ബഹുമതി. കാരണം ഒരുപാട് പേപ്പറും അന്നൊക്കെ ഇത്രയും സോഷ്യൽ മീഡിയയും ഇല്ല. വീട്ടിൽ വന്ന് അച്ഛൻ ഒരുപാട് സന്തോഷിച്ചു. അച്ഛൻ എപ്പോഴും പാടാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പാട്ടുണ്ട്. ഭാഷാരമണ പ്രഭൃത്യശേഷാമരനുത കൗസ്തുഭ ഭാഷാരമണ പ്രഭൃത്യശേഷാമരനുത കൗസ്തുഭ ഭൂഷാലങ്കൃത ബഹുതര ഭൂഷാലങ്കൃത ബഹുതര വേഷാത്മക വിഗ്രഹം ശേഷാചലനായകം ഭജാമി വിശേഷ ഫല പ്രദായകം ശേഷാചലനായകം ഭജാമി. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഇന്നത്തെ ഒരു കളർഫുൾ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.